ഞാൻ കണ്ണൂരെത്തിയപ്പോൾ മഴയെല്ലാം മാറി, നല്ല മാനം തെളിഞ്ഞിട്ടുണ്ട്. മാനം തെളിഞ്ഞു, അധികം മാനം അത് ഇരുണ്ടിട്ടില്ല, ചെറിയ പ്രയാസങ്ങളുണ്ടായിരുന്നു. അത് ഇന്നലെ പാലോട് രവി DCC പ്രസിഡന്റ് എന്ന ചുമതലയിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ രാജിക്കത്ത് നൽകി. അദ്ദേഹം അത് AICC ആയിട്ടും സംസ്ഥാനത്തെ നേതാക്കന്മാരുമായിട്ട് ആലോചിച്ച് ആ രാജി സ്വീകരിച്ചു. ഇന്ന് തിരുവനന്തപുരം DCC പ്രസിഡന്റിൻ്റെ താൽക്കാലിക ചുമതല KPCC വൈസ് പ്രസിഡന്റ്, മുൻ മന്ത്രി, മുൻ സ്പീക്കർ, തിരുവനന്തപുരം ജില്ലക്കാരൻ തന്നെയായ N. ശക്തന് നൽകിക്കൊണ്ട് തീരുമാനമെടുത്തിട്ടുണ്ട്. രാജിക്കത്ത് കിട്ടി, അത് സ്വീകരിച്ചു. അത് നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കാം. ഇല്ല, നിങ്ങൾ മാധ്യമങ്ങൾ ഒരു സെക്കൻഡ്, എനിക്ക് ചോദ്യം മനസ്സിലായി. നിങ്ങളത് മുഴുവൻ വായിച്ചാൽ, മുഴുവൻ കേട്ടാൽ, ഞാനത് മുഴുവൻ കേട്ടു, ആ സംഭാഷണത്തിലെ മുഴുവൻ ഭാഗങ്ങളും കേട്ടാൽ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി കൂടുതൽ സജീവമാകേണ്ടതിൻ്റെ ആവശ്യകത ഒരു DCC പ്രസിഡന്റ് പാർട്ടി പ്രവർത്തകനെ ബോധവൽക്കരിക്കുകയാണ് ആ സംഭാഷണത്തിലൂടെ ചെയ്തത്. ഏതെങ്കിലും ഒരു വ്യക്തിയെ മോശമാക്കിയോ ടാർണിഷ് ചെയ്തോ പറയുകയല്ല. കൂടുതൽ ആക്റ്റീവ് ആകേണ്ടതിൻ്റെയും കൂടുതൽ ഐക്യത്തിൽ പോകേണ്ടതിൻ്റെയും ആവശ്യകതയാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ആ പറയുന്നിടത്ത് ഉപയോഗിച്ച കാര്യങ്ങൾ, അദ്ദേഹം ഉന്നയിച്ച ആശയങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഉപയോഗിച്ച വാക്കുകളിൽ സാധാരണ ഇപ്പം രാഷ്ട്രീയ ഭാഷയിൽ പറഞ്ഞാൽ കുറേ കൂടി ശ്രദ്ധ വേണമായിരുന്നു. അതാണ് ആ ശ്രദ്ധക്കുറവുണ്ടായിട്ടുണ്ട്. അല്ല, അങ്ങനെ ഒരു സദുദ്ദേശത്തോടെ ഒരാൾ പറയുന്നു, അതൊരു വിവാദമാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ അദ്ദേഹം രാജിവെക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമമൊക്കെ നടത്തേണ്ടതായിരുന്നില്ല, അതൊന്നും ഉണ്ടായിരുന്നില്ല. മനസ്സിലായി, നിങ്ങളെ ചോദ്യം മനസ്സിലായി. ആ സദുദ്ദേശത്തോടെ പറഞ്ഞതിൽ തന്നെ ജാഗ്രത കുറവ്, അതാണ് കൃത്യമാക്കുന്നത്. ജാഗ്രത കുറവുണ്ടായിരുന്നു. ആ ജാഗ്രത കുറവ്